ഹലോ, കല്ലും ചിന്നും വന്നല്ലോ. രാമായണ മാസ ആശംസകൾ എല്ലാവർക്കും. കർക്കിടക മാസമാണ്. ഈ ഇപ്പോഴെത്തുമ്പോഴേ ഇങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ഇങ്ങനെ റിവൈൻഡ് ബട്ടൺ അമർത്തായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ രാമായണ മാസത്തിൻ്റെ തലേന്ന് നമ്മൾ പാലക്കാടുകാരായതുകൊണ്ട് ഈ ചേട്ടകളയ എന്താ സംക്രാന്തി, സംക്രാന്തി ഞങ്ങൾ അങ്ങനെ പറയാറുള്ളത്. അതെ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിച്ചു തുടച്ച് ആ വേസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ കളഞ്ഞിട്ട് അല്ലെങ്കിലൊക്കെ വേസ്റ്റുകൾ ഇതൊക്കെ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ഇതൊരു പ്രത്യേകത അല്ലേ, ഭയങ്കര മുക്കിലും ഉള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ എടുത്ത് കളഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ വിളക്ക് കൊളുത്തും, അത്രേ ഉള്ളൂ. കയ്യിൽ നല്ല ഓർമ്മയുണ്ട് അമ്മ പലക മറ്റേ പൂജ ശിവോതി പലകയില് നമ്മളെ വിളക്ക് രാമായണ പുസ്തകമൊക്കെ വെക്കും. അതിന് അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പലക കിട്ടിയിട്ടില്ല, ദാസേട്ട് അച്ഛയെ വിളിച്ചിട്ട് എന്നിട്ട് ആരെയൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അന്ന് ആ പലക കൊണ്ടിരിച്ച് അത് വെച്ച് പിറ്റേന്നിട്ട് മുടങ്ങാതെ രാവിലെ 5 മണിക്ക് അപ്പൊ 5 മണിക്ക് എണീറ്റ് പച്ചവെള്ളത്തിൽ അന്നൊക്കെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഈ പോലെ വേനലവധി പോലെയല്ല, നല്ല മഴയായിരിക്കും. ആ മഴയത്ത് അമ്മ ഞങ്ങളെ കിട്ടുകിട്ടാ വിറക്കുന്ന തണുപ്പത്ത് കുളിപ്പിച്ച് നനപ്പിച്ച് കോരി എടുക്കും. ഞങ്ങളാണെങ്കിൽ പിന്നെ കുളിക്കുമ്പോഴും ഉറങ്ങാൻ പറ്റുന്ന പ്രത്യേകതരം കഴിവുള്ള കുട്ടികളാണ്. ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് മഴ തലയിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ കണ്ണിറക്കി ഇടയ്ക്ക്. എന്നിട്ട് രാവിലെ അമ്പലത്തിൽ പോവും. അത് കഴിഞ്ഞ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് കുറിയൊക്കെ തൊട്ടിട്ട് അത് പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗ് അല്ല, എന്നുവെച്ചാൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി, എന്തോ ഒരു സെലിബ്രേഷൻ സംഭവിക്കണം എന്നുള്ളൊരു ഫീലാണ്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നാൽ ഈ പറഞ്ഞ പോലെ മേല് കഴുകി വിളക്ക് കൊളുത്തി നാമം ചൊല്ലും, കിണ്ടിയിൽ വെള്ളമൊക്കെ എടുക്കും അല്ലേ, പൂജ ചെയ്യും. അമ്മ അതൊക്കെ മുടങ്ങാതെ ചെയ്യിക്കുമായിരുന്നു. അന്ന് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ അത് ഒരു സ്ഥലത്ത് ഒരേ സമയം ഒരു സൈഡിൽ അത് എൻജോയ് ചെയ്യെങ്കിലും ഒരു സ്ഥലത്ത് എന്തിനാ അത് ചെയ്യണം. സത്യം, അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇപ്പൊ വലുതായി വരുമ്പോ അതിന്റെയൊക്കെ വാല്യൂ മനസ്സിലാവുകയാണ്. അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പോസിറ്റീവ്, ഈ വെറുതെ പറയണതൊന്നും അല്ല കേട്ടോ. അമ്പലം വിളക്ക് കൊളുത്തണത് പോസിറ്റീവ് എന്നുള്ളത് നമ്മൾ മേ ബി വെൻ യു റീച്ച് എ പർട്ടിക്കുലർ ഏജോ അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ വളർന്ന് വലുതായവർക്ക് അതിൻ്റെ വാല്യൂ എന്താന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഒരു പ്രായത്തുമ്പോഴായിരിക്കും മനസ്സിലാവും. അത് വരുന്നൊരു സമാധാനമല്ലേ, ആ ചന്ദനത്തിരിയുടെ മണം, സാമ്പ്രാണിയുടെ മണം, രാമനാമം ചൊല്ലണത്, രാമായണം ചൊല്ലണത് കേൾക്കുക, വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിച്ച് അമ്പലത്തിലൊക്കെ പോകും, മൈലാഞ്ചി പറിക്കാൻ ധൃതിയിലോടും. എന്നിട്ട് ആ മറ്റേ കുങ്കുമം എന്തോ ഒരു ഡപ്പയിലാക്കിയിട്ട് എന്തോന്ന് ചെയ്യില്ലേ, പ്രീത ചേച്ചി ചെയ്യായിരുന്നില്ലേ, എന്തോ ഒരു സാധനം ചെയ്യായിരുന്നു, നല്ല മണമല്ലേ അത്, വെല്ലം എന്തോ ഒരു ടിന്നിലൊക്കെ ആക്കിയിട്ടല്ലേ അതിന്റെ ഒരു ഷോ. ഇതൊക്കെ പറയുമ്പോഴാണ് ഓരോന്ന് ഓർമ്മ വരുന്നത്. Anyway, it was so beautiful, really beautiful, still beautiful, and it will be beautiful. അതാണ് അപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിച്ചു അങ്ങനെ തുറന്ന് സംസാരിക്കാം, രാമായണ ഓർമ്മകൾ പങ്കിടാമെന്ന്. രാമായണം എന്ന് പറഞ്ഞാൽ രാമനിലേക്കുള്ള അയനം, രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രശ്മി, എൻ്റെ ഉള്ളിലുള്ള വെളിച്ചം, ഈശ്വരൻ എൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം ദിസ് മന്ത് ഇസ് എസ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു രാം, അല്ലെങ്കിൽ ആ ചൈതന്യം, അല്ലെങ്കിൽ ആ ശക്തി, ആ പ്രകാശം എൻ്റെ ഉള്ളിലാണ് ഇരിക്കണം. അപ്പോൾ ആ കഥകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ രാമനിലേക്കുള്ള അയനം, ആത്മാവാകുന്ന രാമനിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഓൾ ദ സ്പിരിച്വൽ പ്രാക്ടീസസ്, നമ്മൾ ചെയ്യുന്ന ധ്യാനം, നാമം ചൊല്ലണത്, നമ്മൾ സത്സംഗ് ഭജൻ പാടണത്, ഭക്ഷണം, നമ്മളെല്ലാമേ നമ്മളെ നയിക്കുന്നത് ഏതിലേക്കാണ്, ടു ദ സോഴ്സ്. അപ്പോൾ ഇത് വളരെ വളരെ സ്പെഷ്യലും ഈ പറഞ്ഞ പോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ്. അത് പറഞ്ഞപ്പോൾ അമ്മ അവിടെ മിക്സിയിൽ എന്തോ ഇട്ടിട്ട് ഗർന്ന് അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ കണ്ടിന്യൂ, നമുക്ക് വീണ്ടും കാണാം. ബൈ.